ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജുമ്മയാണെങ്കിൽ പച്ചക്കറി ഇങ്ങനെ ദേഷ്യത്തോടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അവരൊക്കെ ഇറങ്ങി പോകാതെ എന്തിനാണ് വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നത്? എനിക്കാണെങ്കിൽ കാലി വന്നിട്ട് ഒരു രക്ഷയില്ല. രണ്ടെണ്ണത്തിന് ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണം. ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവളും ആട്ടി ഇറക്കി വിടാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമ്മ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആഷിതയും അതേപോലെ തന്നെ സുചിത്രയും കൂടി നിൽക്കുന്നത് ആ കാഴ്ച കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജുമാകെ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞത് അബദ്ധമായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജുമ്മ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇവിടെ? ഞങ്ങൾ ഇഷിതയെ കാണാൻ വേണ്ടി വന്നതാണ്. ഇഷിത കിടക്കുന്നത് അടുക്കളയിലല്ല, അവൾ ബെഡ്റൂമിലാണ്. എങ്കിൽ അവളുടെ അടുത്തോട്ട് ചെല്ല്. അവളെ കാണാൻ വന്നതാണെങ്കിൽ അവളെ കണ്ടിട്ട് നിങ്ങൾ പോകണം, അല്ലാതെ ഈ അടുക്കളയിലേക്ക് വലിഞ്ഞു കയറി വരികയല്ല വേണ്ടത് എന്നൊക്കെ പറയാണ്. എൻ്റെ മഞ്ജുമേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെന്നേ. ഞങ്ങളിപ്പോൾ അടുക്കളയിൽ വന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളെ അടുക്കളയിലിടുന്ന് കൂടുതൽ വരാനായിട്ട് നിൽക്കണ്ട, ഇത് നിങ്ങളുടെ സ്വത്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മഞ്ജിമ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങളിവിടെ വന്നതേ മഞ്ജിമ ചേച്ചിയെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ്. ഭീഷണിപ്പെടുത്താനാ? അതെ, എൻ്റെ ഇഷിതയ്ക്ക് നിങ്ങൾ കാരണം ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഈ രചന ഇങ്ങോട്ട് വരുന്ന വരവില്ലേ, അത് നിങ്ങളായിട്ട് തന്നെ നിർത്തിക്കോളാം. അവൾ പറയുന്ന വാക്കുകളും കേട്ട് എൻ്റെ അനിയത്തിയെ നിങ്ങൾക്ക് വിഷമിപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല എൻ്റെ പൊന്നുമോളെ, നിങ്ങളെ ഞാൻ തീർത്ത് കളയും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഭീഷണി സ്വരമായിട്ടാണ് നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഈ ഭീഷണിയൊന്നും മഞ്ജിമയുടെ അടുത്ത് വേണ്ട, അതൊക്കെ നിങ്ങളുടെ അനിയത്തിൻ്റെ അടുത്ത് മതിയെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമയും തുടങ്ങി. അപ്പോഴേക്കും ആഷിതയാണെങ്കിൽ, ഈ ആഷിതയെ വെറും വാക്ക് പറയാറില്ല, തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ തീർത്ത് കളയും. എൻ്റെ അനിയത്തിക്ക് ഇനി നിങ്ങൾ കാരണം ഒരു ശല്യം ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വരും. അപ്പോൾ മഞ്ജിമ ഇതൊന്നും കേട്ട് നിൽക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ മഞ്ജിമ ഓടി ചെന്നിട്ട് അത്രയ്ക്കായെന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തി അങ്ങോട്ട് എടുക്കുക. കത്തി അങ്ങോട്ട് എടുത്തിട്ട് ഇവർ രണ്ടുപേരെയും കൊല്ലണോടെ. നിനക്ക് എന്തെങ്കിലും ചെയ്യണോ? ചെയ് എല്ലാത്തിനും ഞാൻ ശരിയാക്കി കളയും. ഈ മഞ്ജിമയ്ക്കും ഒന്നും നോക്കാനില്ല. മഞ്ജിമ ശരിയാക്കി കളയെന്ന് പറഞ്ഞിട്ട് രണ്ടിൻ്റെ നേരെ ഇങ്ങനെ കത്തി ഇങ്ങനെ കൊണ്ടു ചെല്ലണം. അപ്പോൾ സുചിത്രയുടെ നേരെ ഇങ്ങനെ കത്തിയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് ആഷിതയാണെങ്കിൽ പുറകെ കൂടി വന്ന് ഒറ്റ തള്ളാണ്. മഞ്ജിമ അതേ നേരെ പോയി അവിടെ കിടക്കുന്നു. എന്നിട്ട് സുചിത്രയും ഈ ആഷിതയും കൂടി മഞ്ജിമയെ പിടിച്ച് പൂട്ടിലാക്കി ആ കത്തി അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുക ആഷിത. അതിനുശേഷം നമ്മുടെ സുചിത്രയാണെങ്കിൽ ഈ മഞ്ജിമയെ വട്ടം കയറി പിടിച്ചിട്ട് ഈ ആഷിത കത്തിയും കൊണ്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയടി, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഷിത ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ അത് ചെയ്തിരിക്കും. വെറും വാക്ക് പറയാറില്ല ഈ ആഷിത. അതുകൊണ്ട് ഈ ആഷിതയെ നിനക്കൊന്നും ശരിക്കും അറിയില്ല, തീർത്തുകളെ ഞാൻ. സുചിത്രേ, ഇവളങ്ങോട്ട് ഞാനവിടെ തീർക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആഷിതേച്ചി, നമ്മളിവിടെ വന്ന കാര്യമൊക്കെ ആഷിതേച്ചി അങ്ങോട്ട് മറന്നു പോയോ? തീർക്കവിടെ എന്ന് പറഞ്ഞ് കത്തിയും കൊണ്ട് നേരെ കഴുത്തിന് നേരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ പേടിച്ചു പോയി. അപ്പം മഞ്ജിമയാണെങ്കിൽ, അയ്യോ ആഷിത എന്നെ ഒന്നും ചെയ്യില്ല ആഷിതേ, അയ്യോ എന്നെ കൊല്ലല്ലേ. എന്താ കൊല്ലല്ലേന്നോ? എൻ്റെ അനിയത്തെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇനി ഞാൻ ഇതെല്ലാം കേട്ടും സഹിച്ച് നോക്കിയൊക്കെ നിൽക്കണോ അല്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തിയെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ സത്യമായിട്ടും ഇനി ഞാനൊരു ഉപദ്രവത്തിനും ഇല്ലേ. ഞാനിനി ഇഷിതയ്ക്ക് നേരെ ചെല്ലുപോലുമില്ല. ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോളാം. ഇഷിതേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ ഒച്ചത്തിൽ കിടന്ന് വിളിക്കാം. അപ്പോൾ ആഷിത കൊള്ളാം. അപ്പോൾ ഒരു അത്യാപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇഷിതയെ വിളിക്കുന്നതല്ലേ? കൊള്ളാം. നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇഷിതയെ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ സത്യമായിട്ടും ഇനി ഞാൻ ഇഷിതയ്ക്ക് ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല. ഇനി രചനയായിട്ടുള്ള എല്ലാ കമ്പനിയും വിട്ട് എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്രേ, ഇത്രേ ഇവള് കെഞ്ചിത്താണ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവളെ വിട്ടേക്കാം അല്ലേ? ആഷിതേച്ചി, പക്ഷെ നമ്മളിവിടെ വന്നതെന്താണ്? അതാലോചിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഇവനെ തീർത്ത് കളയാം. അയ്യോ എന്നെ തീർക്കല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു കുരുത്തക്കേടിന് ഞാനില്ല, എന്നെ വെറുതെ വിട്ടേര്. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, എന്നെ വെറുതെ വിട്ടേരെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ കരയാണ്. ശരി സുചിത്രേ, നമുക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് എങ്ങാനും നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിവില്ല, ഞാൻ ഒരു പരിപാടിക്കും പോകില്ല. എങ്കിൽ പിന്നെ സുചിത്രേ നമുക്ക് പോകാം, ഇത് ലാസ്റ്റ് വാണിങ്ങാണ്, ഞാൻ എൻ്റെ അനിയത്തിയെ കണ്ടിട്ടൊന്ന് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി കൈയൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ ദേ രാമൻ നിൽക്കുന്നു. രാമനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരൊന്ന് നടുങ്ങിപ്പോയി. എൻ്റെ ദൈവമേ, ദേ മഹേഷ് ഏട്ടൻ്റെ അച്ഛൻ, ഇനി എന്ത് ചെയ്യും? ആഷി ചേച്ചി, നമ്മളിനി എന്ത് ചെയ്യും? ദൈവമേ, അദ്ദേഹം വല്ലതും കേട്ടിട്ടുണ്ടാവോ? നമ്മൾ കാണിച്ചതും പറഞ്ഞതും ഒക്കെ കേട്ടിട്ടുണ്ടാവോ എന്നൊക്കെ. അയ്യോ, ഒന്നും അറിയില്ലല്ലോ, ആകെ കലിപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമൻ വിളിക്കണം, രണ്ടുപേരും അവിടെ നിന്നേ. അതേ, ഞാനെല്ലാം കേട്ടു. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മോൾക്കെതിരെ ഭീഷണി മുഴക്കുകയാണോ? എൻ്റെ മോൾ എന്തിനാ നിങ്ങൾ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറയണം. അയ്യോ അയ്യോ അങ്ങളെ, ഞങ്ങൾ കൊല്ലാനൊന്നും നോക്കിയതല്ല, സത്യമായിട്ടും കൊല്ലാൻ നോക്കിയതല്ല. കൊല്ലാൻ നോക്കിയതല്ലെന്നോ? എന്നോട് കള്ളം പറയുന്നോ? അത് ശരി സുചിത്രേ, നിങ്ങളൊക്കെ പാവമാണെന്നാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ മോനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയ്ക്ക് നേരെ കത്തി ഉയർത്തുമല്ലോ. അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ അങ്ങളെ, അങ്ങനെയൊന്നും അല്ല അങ്ങളെ, ഞങ്ങൾ ചുമ്മാ തമാശക്ക് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്തോളൂ. സത്യങ്ങൾ അങ്ങനെയൊന്നും അല്ല, സത്യം അറിയാതെയാണ് അങ്ങളീ സംസാരിക്കുന്നത് എന്ന് ആഷിതയും സുചിത്രയും കൂടി കിടന്നിങ്ങനെ മാറി മാറി പറയുകയാണ്. ഓഹോ, അത് ശരി, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ? അതെ, ഞങ്ങൾ ചുമ്മാ തമാശക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എന്നിട്ട് നിങ്ങൾ ഭീഷണി മുഴക്കിയപ്പോൾ അവൾ പേടിച്ചോ? അത് പിന്നെ ഞങ്ങളെ ചോദിക്കണേന് മറുപടി പറ. അവൾ പേടിച്ചോ ഇല്ലയോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അത് പിന്നെ മഞ്ജിമ പേടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടതും രാമൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ അയ്യോ, എന്താ അങ്കിൾ ചിരിക്കുന്നത്? അതെ, നിങ്ങളുടെ ഭീഷണിയിൽ അവൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വരണം നിങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വാ, എന്നിട്ട് അവൾക്ക് 2 ഡോസ് അങ്ങോട്ട് കൊടുക്ക്. അവൾ പേടിക്കട്ടേന്നേ, എന്നാലെങ്കിലും അവൾ ഒതുങ്ങുമല്ലോ. ആണോ അങ്കളെ? പറ, സത്യമാണോ? എങ്കിൽ പിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ വരുമങ്ങളെ. ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന കാര്യം ഞങ്ങളെ ഏറ്റുവെന്നേ. അതേ മക്കളെ, നിങ്ങൾ ഇഷിതയെ കാണാനല്ലേ വന്നിരിക്കുന്നത്, ചെല്ല് അങ്ങോട്ട് ചെന്ന് അവളെ സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിടുക. അപ്പോൾ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ വരിക. മഞ്ജിമ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് മഞ്ജിമ കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ, എൻ്റെ ദൈവമേ, അച്ഛൻ വല്ലതും കേട്ടിട്ടുണ്ടാവോ? ഇപ്പോഴാണോ വന്നത്? അല്ലെങ്കിൽ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടോ? എന്തൊരവസ്ഥ! അച്ഛൻ എന്താ ഇവിടെ? അച്ഛൻ എപ്പോൾ വന്നു? അയ്യോ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അതെ, സ്വപ്നം അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്തോ കാര്യത്തിന് വേണ്ടി, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളെന്ന് പറയാണ്. ആണോ? അല്ല, അപ്പോൾ ആഷിതയൊക്കെ ഒന്നും കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. അവർ വന്നിട്ടുണ്ടോ? അവർ വന്നിട്ടുണ്ട്. അത് ശരി, അവർ വന്നിട്ടുണ്ടല്ലേ? എങ്കിലേ അവർക്ക് കൊണ്ട് ഒരു കോഫിയൊക്കെ എടുത്ത് കൊടുക്കും മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്തിനാ അവർക്ക് കൊണ്ട് കോഫി കൊടുക്കുന്നത്? അല്ല, അവർ ഇഷിതയെ കാണാൻ വേണ്ടി വന്നല്ലേ. ഇഷിതയെ കാണാൻ വന്നതാണെങ്കിൽ ഇഷിതയെ കണ്ടിട്ട് പോയിക്കോളും, അല്ലാതെ ഞാൻ കൊണ്ട് ചായ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയാനുള്ള പറഞ്ഞു. പക്ഷേ ഈ ആഷിതയുടെയൊക്കെ സ്വഭാവം ശരിയല്ലെന്നേ. കാരണം ഇപ്പോഴല്ലേ യഥാർത്ഥ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാവുന്ന അവളുടെ. എന്താണെന്നറിയാവോ, ഈ ഇടയ്ക്ക് മനസ്വിനിയും ആഷിതയും കൂടി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഷിത ഈ മനസ്വിനിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു അത്രേ. എന്നിട്ട് കത്തി വെച്ച് കൊല്ലാനോങ്ങിയെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എൻ്റെ ദൈവമേ, അപ്പോഴാണ് ആഷിതയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. മാഷാണ് എന്നോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത്. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഈ നമ്മുടെ ആഷിതയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ദേഷ്യം വരലത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ട് ചായ കൊടുക്ക്. ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ ഇഷിത എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ വരും. അയ്യോ, എൻ്റെ ദൈവം, എന്നൊന്നും ചെയ്യില്ലേ, ഞാൻ ചായ കൊണ്ട് കൊടുത്തോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ഓടിപ്പോവാൻ. മാഷിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഷിനെ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശും അതേപോലെ തന്നെ രചനയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റണം, എൻ്റെ മോളെനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറയണം. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അവൻ നിങ്ങളിതുവരെയായിട്ടും വിശ്വസിച്ചിട്ടില്ല ആകാശേ. അപ്പോഴാണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ
ആദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോനെ ആദി നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്നെ ഇത്രമേരായിട്ട് വിശ്വാസമായിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞല്ലോ മോനെ, ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം സത്യം തന്നെയാ. നിന്റെ ഡാഡിയുടെ മേലെ ഇനി തല്ലുപിടിക്കാനോ ഒരു മത്സരത്തിനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് അതിനെ കൊണ്ട് കഴിയത്തുമില്ല. കാരണം മഹേഷിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി, മരണത്തോടടുത്തവനാ. ഇപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനെ തോൽപ്പിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. പിന്നെ ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇഷിതയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവല്ലേ? അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ ചിപ്പിയോട്ടുള്ളൊരു സ്നേഹം അതങ്ങടെ അവസാനിക്കുമെന്നേ. പിന്നെ ആ കുഞ്ഞിനെ നോക്കൽ മാത്രമായിരിക്കും ഇഷിതയുടെ ജോലി. പിന്നെ ആ ഒരു ചിപ്പിയോടുള്ള അകൽച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചിപ്പിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്. അല്ലാതെ മോൻ വിചാരിക്കുന്ന പോലെയല്ല. ചിപ്പിയും എൻ്റെ മോള് തന്നെയല്ലേ, നീയും എൻ്റെ മോൻ, രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതാണ് ഈ അങ്കിൾക്ക് സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും പഠിപ്പിക്കലും നിങ്ങളെ കല്യാണം കഴിപ്പിച്ചെടുക്കലും അതൊക്കെ മഹേഷിനുള്ള മധുര പ്രതികാരമായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിക്കോളാം മോനെ. പക്ഷേ ഈഷിതയുടെ കൂടെ ഇനി ചിപ്പി നിൽക്കുന്നത് സേഫ് അല്ല. അവൾക്കിനി ദുഃഖങ്ങളെ വരുവുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ആകാശാണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് നേരെ ആദിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് നീ വെച്ചോ, എനിക്ക് വേണ്ട. അല്ല, ഇതിനു മുമ്പ് ഞാൻ നിനക്ക് പോക്കറ്റ് മണിയൊക്കെ തന്നോണ്ടിരുന്നേച്ചു, പിന്നെ അത് അവസാനിക്കുകയും ചെയ്തു. ഇപ്പതേ ഞാൻ ഇനി മുടങ്ങാതെ നിനക്ക് പോക്കറ്റ് മണി തന്നോളാം, ഇത് പിടിച്ചോളനെ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ആകാശ പൈസ. അപ്പോൾ മോനെ, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട രചനയാണെങ്കിൽ ആദി കണ്ടോ, അങ്കിൾ ഇത്രയൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടും നിനക്കെന്താ അത് വിശ്വാസമാകാത്തത്? രചന, ഈ വാക്കുകൾ കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തികൾ കൊണ്ട് സ്നേഹിക്കണം. ഞാൻ എൻ്റെ ആദി മോനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചങ്ങോട്ട് നെരുക്കുകയാണ് ഈ ആദിയെ. ഇത് കണ്ട് ആദിയാണെങ്കിൽ എന്നെ വിടങ്കളെ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ വിടുകയും ചെയ്യാണ്. അപ്പോൾ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിക്കണം. ആദ്യം നേരെ അങ്ങോട്ട് ചെന്നിട്ട് ചിപ്പിയെ വിളിക്കുകയാണ്. അപ്പം ചിപ്പിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. ചിപ്പി, ഞാനൊരു കാര്യം ഇങ്ങനെ ചോദിക്കട്ടെ ചിപ്പി. അല്ല, ഇഷിതാമ്മയ്ക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണല്ലോ. ഇഷിതാമ്മയ്ക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിതാമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കുറയുമെന്ന് അങ്കിളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ ഇഷിതാമ്മയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്നോടുള്ള സ്നേഹം കുറയോ? ഇത് കേട്ട ചിപ്പിയാണെങ്കിൽ ഒരിക്കലും കുറയൂല. പിന്നെ ഇവിടെ എല്ലാവരും കുഞ്ഞു വാവനെ സ്നേഹിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ തന്നെ വേണ്ട ആദിയേട്ടാ, അതൊരു കുഞ്ഞു കൊച്ചല്ലേ, ആ കുഞ്ഞിനെയും ഞാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെ പറഞ്ഞതേ ആ അങ്കിളിൻ്റെ കുശുമ്പ് കൊണ്ടാണ്. അതൊന്നും ആദ്യേട്ടൻ വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട. അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ചിപ്പി. ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ കാര്യം ആരോടും പറഞ്ഞു പോകരുതേ. ഇല്ല ആദ്യേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്ന് ചിപ്പി പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.